ഇത് നമ്മുടെ സ്കൂളിലെ 10 ബിയിൽ പഠിക്കുന്ന അനുഷയല്ലേ? ഇവളെന്തായി നേരത്തെ ഇവിടെ? അനുഷ, നീ എന്തായി സമയത്ത് ഇവിടെ? എന്ത് പറ്റി? എന്താണ് പ്രശ്നം? വീട്ടില് കുറെ പ്രശ്നങ്ങൾ. എന്ത് പ്രശ്നം? ദേവികേന്റെ മാർക്ക് നോക്ക്. നോക്കട്ടെ. ഇതാ എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടി. എല്ലാ വിഷയത്തിലും എ പ്ലസ് ഉണ്ടായി. അതെയോ? ഞാൻ അമ്മയോട് പറയട്ടെ. പോട്ടെ. ഞാൻ നോക്കാം. ഞാൻ നോക്കട്ടെ. ഇതെന്താണിത്? ഇതെന്താ ഞാൻ കാണുന്നേ? ഇതിനാണ് നിന്നെ ഇവിടെ സ്കൂളിൽ വിട്ട് പഠിപ്പിച്ചേ? ഞാനിനി നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഫ്രണ്ട്സിനോട് എങ്ങനെ നോക്കും? അച്ഛനോട് ഞാൻ എന്ത് പറയും? എന്താണ് ഇവിടെ? എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന അപ്പുറത്തെ വീട്ടിൽ രേഷ്മയുടെ മോക്ക് ഫുൾ എ പ്ലസ്. കൊള്ളാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സ്കൂളിൽ പഠിക്കണം നിങ്ങളുടെ മോൾ വാങ്ങി വെച്ചത് നോക്ക്. മതി, നന്നായിട്ടുണ്ട്. ഇജിനി പഠിക്കാൻ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ വീട്ടിനുള്ളിൽ തന്നെ കുത്തിരുന്നട്ടാ. മോളെ പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മയുടെ കയ്യിലല്ലേ പറയുന്ന പൈസയും കാര്യങ്ങളൊക്കെ തന്നിട്ട് പഠിപ്പിക്കുന്നത്. എന്നാ പിടി, ഇനി വേണ്ട, നിർത്തിക്കാൾ കിട്ടാ. നിനക്ക് സമാധാനമായില്ലേ? നീ എന്ത് കാണാൻ ഇവിടെ നിൽക്കുന്നേ? പൊയ്ക്കോന്റെ മുന്നിൽ ചായ. പിന്നെ വാടകേന്റെ ഒരു വന്നിട്ടേനെ 2 മാസമായി വാടക കൊടുത്തിട്ട്. എന്താ ചെയ്യാ? രാമേട്ടന്റെ വീട്ടില് പണി കഴിഞ്ഞിട്ടില്ല. ഒരു ദിവസത്തെ പണി കൂടി ഉണ്ട്. ആ പണി കഴിഞ്ഞാൽ അവിടുത്തെ പൈസ കിട്ടും. എന്നിട്ട് വേണ്ടത് ചെയ്യാം. മോളതാ. എന്താ മോളെ? ഞാൻ റിസൾട്ട് നോക്കി. ഫുൾ എ പ്ലസ് ഉണ്ട്. അതെ എടി, എന്റെ ദൈവേ, സത്യാണോ? എല്ലാ വിഷയത്തിലും എ പ്ലസ്. എന്നാലേ ഇത് നമുക്ക് നല്ലോണം ആഘോഷിക്കണം. പൈസ ഒന്നും നോക്കണ്ട. അങ്ങാടി പോയിട്ട് ഒരു ഫ്ലെക്സ് ഒക്കെ വെച്ച് മധുരൊക്കെ വാങ്ങി എല്ലായിടത്തും ഒന്ന് കൊടുക്കണം. ഡ്രസ്സ് പോയി മാറ്റി. എന്തൊക്കെയാ മോളെ? എന്തേ അച്ഛനെ കൂട്ടിട്ട്? മോളെ SLCക്ക് പുള്ളി A+ഓട് കൂടി ജയിച്ചാണ്. അതിന്റെ മധുരം കൊടുക്കാമെന്നാണ്. മോളെ, മോളെ ഇവിടെ വാ. മോളെവിടെ? അവളെ കൂട്ടി വാ. എന്നാ കേറിയിരിക്കി രണ്ടാളും. ഇല്ല, കേറുന്നില്ല. പണി കഴിഞ്ഞ് വീട്ടിലെത്തിയ ഉടനെ തന്നെ ഇറങ്ങിയത്. എവിടെ പണി? പണി നമ്മുടെ അപ്പുറത്തെ രാമേട്ടന്റെ ആണല്ലേ? സന്തോഷായില്ലേ? ഓ, സന്തോഷായി. ഏട്ടാ, മോളെ എവിടെയൊന്നും കാണുന്നില്ല. റൂമിലൊക്കെ നോക്കി. പിന്നെ അവളെവിടെ ഉണ്ടോ? പോയി നോക്ക്. ഇല്ല ഏട്ടാ, ഇല്ല. ഇവിടെ ഫുള്ള് ഞാൻ നോക്കി. റൂമിലൊന്നും കാണുന്നില്ല ഏട്ടാ. വേഗം ചെല്ല്. ഹലോ, ശ്രീജിത്തല്ലേ? അതെ മാഷേ. ഞാനേ പറയൂ മാഷേ. മകളുടെ റിസൾട്ട് ഒക്കെ എന്തായി? അതറിയാൻ വേണ്ടി വിളിച്ചാ. അവൾക്ക് കുറച്ച് മാർക്ക് കുറവുണ്ടായിരുന്നു. അതിൽ ഞാൻ കുറച്ച് ദേഷ്യപ്പെട്ട് അവളോട് സംസാരിച്ചു. ഇപ്പൊ അവളെ ഇവിടെ ഒന്നും കാണുന്നില്ല മാഷേ. ആ വിഷമത്തിൽ അവൾ എന്തെങ്കിലും. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അനുഷ എന്റെ കൂടെ ഉണ്ട്. ആണോ മാഷേ? അപ്പൊ നിങ്ങളെ എന്റെ വീട്ടിലേക്ക് ഒന്ന് വാ. ആയിക്കോട്ടെ മാഷേ. ഇപ്പൊ തന്നെ വരാം. വരുമ്പോഴേ നിങ്ങളുടെ 2 പേരുടെ SSLC ബുക്ക് ഒന്ന് എടുക്കണം കേട്ടോ. ശരി മാഷേ, എടുക്കാം. ശരി എന്നാ, ഓക്കെ. ആയിക്കോട്ടെ മാഷേ. മാഷേ, മാഷേ, എന്റെ മോള്. മോളൊക്കെ എവിടെ ഉണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ നിങ്ങളോട് ഫോൺ ചെയ്തപ്പോഴേ നിങ്ങളുടെ 2 പേരുടെ SSLC ബുക്ക് എടുക്കാൻ. അത് എടുത്തിട്ടുണ്ടാവില്ല അല്ലേ? എനിക്കറിയാം നിങ്ങൾ കൊണ്ടുവരൂലെന്ന്. തോറ്റ റിസൾട്ട് കാണിക്കാൻ നിങ്ങൾക്ക് 2 പേർക്കും മടിയുണ്ടാവൂലേ? 10 വിഷയത്തിൽ 9 A+ഉം അതിലൊന്നു മാത്രം A ആയതിന്റെ പേരിലും മറ്റുള്ളവരുടെ മുമ്പിൽ സ്വന്തം ഇമേജിന് കോട്ടം തട്ടുന്നുള്ള പേടിയും ഇല്ലേ? മോളാനുഷ, ഇങ്ങ് വാ. ഒരല്പം ഞാൻ വൈകിരുന്നെങ്കിലേ ഇവളെ നിങ്ങൾക്ക് ജീവനോടെ കിട്ടില്ലായിരുന്നു. ഇപ്പൊ നിങ്ങൾ ആസ്വദിക്കുന്ന പണവും പവറും വിദ്യാഭ്യാസ യോഗ്യത കൊണ്ട് മാത്രം ഉണ്ടാക്കിയതല്ല എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതെ, കുറവുകളെ നോക്കിക്കണ്ട് തിരുത്തി കൊടുക്കാനും കഴിവുകളെ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന രക്ഷിതാക്കളാണ് നാളത്തെ തലമുറയുടെ വിജയം. മാഷേ, എടോ, അനുഷ നല്ല കുട്ടിയാണ്. അവൾ ഉയരങ്ങളിലെത്തും, എനിക്കുറപ്പുണ്ട്. മോളെ,
ചില വാക്കുകൾ ആയുധത്തേക്കാൾ മൂർച്ചയേറിയതാണ്. അത് ഒരാളുടെ വളർച്ചയ്ക്കും വരൾച്ചയ്ക്കും കാരണമാകും. മക്കളുടെ ഭാവിയാണ് മാതാപിതാക്കൾ.